ഇന്ന് ഞാനൊരു എട്ടുകാലിയെ മേടിച്ചു. പിടിച്ചോ 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 പിടിക്കേ പിടിക്കേ. ഇന്ന് ഞാൻ ആമസോണിലെ ഏറ്റവും വിയർഡായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് മേടിക്കാൻ പോവാണ്. ലൈക്ക് ദിസ് ഫാറ്റ് സ്പ്രേ. കാരണം എൻ്റെ കയ്യിൽ കുറേ പൈസ വെറുതെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പണ്ട് നമ്മൾ മേടിക്കാൻ ആഗ്രഹിച്ച കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന് മേടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം മേടിച്ചത് ഒരു എട്ടുകാലിയാണ്. ഞാൻ ഈ വീട്ടിൽ വളരെയധികം മാനസിക പീഡനം അനുഭവിക്കുന്ന ഒരാളാണ്. ഡെയിലി കുത്തുവാക്ക്, തല്ല്, ബഹുമാനക്കുറവ്. ഇന്നലെ എൻ്റെ കണ്ണടിച്ച് പൊളിച്ചു. ഈ എട്ടുകാലി എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കാരണം ആ ചെറുതിന് ഏറ്റവും പേടിയുള്ളത് എട്ടുകാലിയാണ്. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നീ അടങ്ങിയിരിക്കോ? എന്നെ പോടാന്ന് വിളിക്കോ? എന്നെ തല്ലാൻ വരുമോ ഇനി? ആ ഓക്കെ. നമസ്കാരം പറഞ്ഞു. പേടിയൊക്കെ മാറിയോ? അപ്പൊ ഇനി പറഞ്ഞാ കേക്കത്തില്ലേ? ഈ ലോകത്ത് എല്ലാവരും മത്സര ഓട്ടത്തിലാണ്. പക്ഷെ അവരെ എല്ലാം ഓവർടേക്ക് ചെയ്ത് മുന്നിലെത്തണമെങ്കിൽ നമ്മുടെ കാലിന് വീല് വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു റോളർ സ്കേറ്റർ മേടിച്ചത്. ഇപ്പം എൻ്റെ കാലുകൾക്ക് ചക്രം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മനുഷ്യരെ തോൽപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ആളുകൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമുക്ക് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴേക്കും വീലിങ്ങനെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനുഷ്യരെ തോൽപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല. പോ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിടക്കുന്നത്. ചെല്ല്, പോട്ടെ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതത്തിൽ മുന്നേറണം. നിങ്ങളുടെ മൂക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒറ്റ വലിക്ക് ഇത് ഇങ്ങനെയാക്കി മാറ്റാം. അതിനുവേണ്ടി ഞാൻ മേടിച്ചതാണ് നോസ് ഹെയർ വാക്സ്. ഓക്കെ, ഇതിനകത്ത് ഐസ്ക്രീമിൻ്റെ കോലുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറേ പ്ലാസ്റ്റിക് എന്തോ സാധനമുണ്ട്. മീശ. ഈ സാധനം നമ്മളുടെ മൂക്കിനകത്തെ രോമം കളയാനുള്ളതാണ്. അങ്ങനെ രോമം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ആയിട്ട് ഓക്സിജൻ എടുക്കാം. അങ്ങനെ അധികം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻ ഇല്ലാതെ ചിന്തിക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1, ഈ പേപ്പർ കപ്പിലേക്ക് നമ്മൾ ഈ വാക്സ് പൊട്ടിച്ചിടണം. സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെഷറിംഗ് കപ്പിലേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. ഇനി ഈ വാക്സ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. സ്റ്റെപ്പ് 3 എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കിലേക്ക് നമ്മൾ വാക്സ് തേക്കണം. ഓക്കെ, റെഡി, 1 2 3. ഇത്ര ഉള്ളു യൂസ് ചെയ്യാനായിട്ട്. ഇത്ര ഉള്ളു യൂസ് ചെയ്യാനായിട്ട്. മൂക്കിലേക്ക് വെക്കുക, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒറ്റ വലി. വേസ്റ്റ് ഓഫ് മണി. 500 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്, ഫാറ്റ് സ്പ്രേ. $500 ഇതൊക്കെ ആരെങ്കിലും മേടിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കി. കഴിഞ്ഞ മാസം 100 എണ്ണമാണ് ഇത് സെയിൽ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ 489 × 100 48,000 രൂപയാണ് ഒരു മാസം കൊണ്ട് ഈ ഒരു സ്പ്രേ ഉണ്ടാക്കിയത്. ഫാറ്റ് സ്പ്രേ. ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വെറുതെ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതൊരു നൂതന ബിസിനസ് ഐഡിയ ആണല്ലോ. ആദർശ, ഒരു പുതിയ ബിസിനസ് ഐഡിയ കിട്ടി. ആമസോണിൽ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അതിലൊരു പ്രൊഡക്റ്റാണ് പ്രിങ്കിൾസ്. ഇതെല്ലാവരും കണ്ട് മടുത്തൊരു സാധനമാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ലെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലോപ്പ് പ്രൊഡക്റ്റാണ് ഫേക്ക് ഹാൻഡ്. ഈ ഒരു പ്രൊഡക്റ്റ് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആമസോണിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് വെച്ച് ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ നോക്കി. അമ്മ എൻ്റെ കൈ പോയി. ഓസ്കാർ നല്ല അഭിനയം. ഫ്ലോപ്പ് സാധനം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചത് ഈ ഒരു ഹെലികോപ്റ്ററാണ്. ഞാൻ പണ്ട് തൊട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ് ഈ ഒരു RC ഹെലികോപ്റ്റർ. പക്ഷേ ഈ പ്രായത്തിലാണ് എനിക്ക് മേടിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എല്ലാം കിട്ടത്തില്ല.
ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഒരു ഡ്രോണും കൂടെ ഉണ്ട്. അത് നമുക്ക് ഹെലികോപ്റ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. വാവ്, അടുത്തായിട്ട് നമ്മൾ ഡ്രോൺ ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഒരു സ്ലിംഗ് ഷോട്ടാണ്. എന്ന് വെച്ചാൽ തെറ്റായി. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, പക്ഷേ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഇത് ടാർഗറ്റിലേക്ക് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസർ ഉണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അലക്സയുടെ ബലൂൺ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ താറാവിൻ്റെ കണ്ണിലേക്ക് തന്നെ ടാർഗറ്റ് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും യൂണീക്ക് ആയിരിക്കണം. നമ്മൾ എന്ത് യൂസ് ചെയ്താലും അത് യൂണീക്ക് ആയിരിക്കണം. അതിനി നമ്മൾ ചെരുപ്പ് മേടിച്ചാലും. ചെരുപ്പ് അങ്ങനെ ഉണ്ട്. നിനക്ക് വയ്യട, തലയ്ക്ക് സുഖമില്ലടോ നിനക്ക്. നല്ലതല്ലേ എൻ്റെ പുതിയ ചെരുപ്പ് എങ്ങനെ ഉണ്ട്? സൂപ്പർ. അത് സൂപ്പർ സാധനം ഉണ്ടോ? താഴെ ഒന്ന് കാണിച്ച്. അമ്മ സെറ്റ് സാധനം, ലെവലാണ് കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ 2 പ്രോഡക്റ്റ് ഉണ്ട്. ആദ്യത്തേത് ഒരു ഷൂ ലേസ് ആണ്. ഈ ഷൂ ലേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലൈറ്റ് കത്തും. പൈസ പോയി മക്കളെ. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതൊരു എൻഗ്രേവിംഗ് പെന്നാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പെന്ന് സഹായിക്കും. ഈ പേന വെച്ച് ഞാൻ എൻ്റെ ഹെൽമെറ്റിൽ പേരെഴുതാൻ പോവാണ്. ഞാൻ ഇന്ന് സ്പെൻഡ് ചെയ്തത് അറൗണ്ട് 8000 രൂപയാണ്. എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമാതിരി ഊള സാധനങ്ങൾ മേടിച്ചത്. പൈസ പോയി. അത് മാത്രമല്ല, ഞാൻ റിട്ടേൺ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അങ്ങനെ ഒരു സംഭവമില്ല. ഇതൊന്നും മേടിക്കരുത്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ഇത് മേടിച്ചപ്പോഴാണ്. പൈസ പോയടാ. താങ്ക്സ് ഫോർ വാച്ചിങ്. You see the drippy, I'm fitted up. Hop in my car and the giddy up.